പനമ്പള്ളി നഗറിലെത്തി എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? ഇപ്പോൾ കുട്ടി അവിടെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടി കുട്ടി പോകുന്നതിന്റെ CCTV ഫോട്ടോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിപ്പുണ്ട് ശ്രുതി. കാരണം ഇത് പല ഭാഗങ്ങളിൽ നിന്ന് പോലീസിന് കിട്ടുന്നതാണ്. ഇതനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വാർത്ത വന്ന സമയം മുതൽ ഇങ്ങോട്ട് ആളുകളുടെ ഇൻഫർമേഷനും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഈ സൈക്കിളിൽ ഇതേ യൂണിഫോം ഇട്ട് ഒരു പിങ്ക് ഷർട്ടും അതിന്റെ മേലെ ഒരു പാൻസ് അടക്കമുള്ള യൂണിഫോമാണത്. ആ യൂണിഫോമിൽ കുട്ടി സൈക്കിളിൽ പോകുന്നതിന്റെ ദൃശ്യം ഇപ്പോൾ വന്നതിന് പിന്നാലെ ഈ കുട്ടിയെ പല ഭാഗത്ത് കണ്ടു എന്നുള്ള സൂചനകളൊക്കെ പലരും വിളിച്ച് പോലീസിനോട് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CCTV ദൃശ്യവും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ പോലീസിനെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ലഭിക്കുന്ന ആളുകൾ ദൃക്സാക്ഷികൾ പലരും ഇങ്ങനെ കണ്ടതായി സൂചന പറയുന്നതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. ഇപ്പോൾ ആദ്യം ചാത്യത്ത് റോഡിന്റെ ഭാഗത്ത് അവിടെ കുട്ടി കണ്ടു എന്നുള്ളൊരു സൂചന ഒരു ദൃക്സാക്ഷി വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് അവിടെ പരിശോധന നടത്തി ഈ CCTV ദൃശ്യം കണ്ട കടയുടെ സമീപത്ത് ഉള്ള റോഡുകളിലെല്ലാം പരിശോധിച്ചു. അവിടെ നിന്ന് കുട്ടി പോയ ഡയറക്ഷനിൽ പരിശോധിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് വന്നത്. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്നും കടന്ന് സൗത്ത് പാലം കയറി പനമ്പള്ളി നഗറിലേക്ക് വന്ന ഈ ഒരു സംഘം അന്വേഷിക്കുകയാണ്. വേറെ സംഘങ്ങൾ പല സ്ഥലങ്ങളിലായി പോലീസിന്റെ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. ഓക്കെ ലേബി, തുടരുക. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അഞ്ജലി ശ്രീജിത രാജിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. അഞ്ജലി, തിരക്കുള്ള റോഡിലൂടെ കുട്ടി പോകുന്നതടക്കം ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ കുട്ടി പോകുന്ന ദൃശ്യങ്ങൾ കാണാം. ഏത് സമയത്താണ് ആ വഴിയിലൂടെ പോകുന്നത്, അതിനുശേഷം ഉള്ള വിവരങ്ങൾ, അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ഒപ്പം ഇപ്പോൾ പനമ്പള്ളി നഗറിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ശ്രുതി, പനമ്പള്ളി നഗർ ഭാഗത്തേക്കാണോ കുട്ടി പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം ACP കുട്ടിയുടെ അമ്മയോടൊപ്പമാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ എളമക്കര CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇപ്പോൾ ഈ ചാക്യാത്ത് ഭാഗത്തേക്കാണ് നടക്കുന്നത്. കാരണം കുട്ടി പോയതായിട്ട് അവസാനമായി CCTV ദൃശ്യം ലഭിച്ചത് ഈ ചാക്യാത്ത് ഭാഗത്തു നിന്നാണെന്നാണ് എളമക്കര CI വ്യക്തമാക്കിയിട്ടുള്ളത്. ചാക്യാത്ത് പാലം എന്ന് പറയുമ്പോൾ ഈ ഗോസരി പാലത്തിന് അടുത്തായിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ, അതായത് ഇത്തരത്തിൽ കുട്ടികളെ അവിടെ നിന്നും കണ്ടത്, അതായത് ഈ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ ചാക്യാത്ത് ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ കുട്ടിയെ ആ രീതിയിൽ അവിടെയാണ് കുട്ടി അവസാനമായിട്ട് CCTV ദൃശ്യം ലഭിച്ചത് എന്നതാണ് എളമക്കര CI വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയുടെ അമ്മ ഇപ്പോൾ അവരുടെ കൂടെയാണുള്ളത്. ഈ പല ഭാഗങ്ങൾ, അതായത് ഓരോ ഭാഗത്തും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഈ അവസാനമായി ലഭിച്ചത് ഈ ഭാഗത്ത് നിന്നാണെന്നാണ് എളമക്കര CI വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ പല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എളമക്കര CI ആണ് ഇത്തരത്തിലുള്ളൊരു വിവരം നൽകിയത്. കൂടാതെ കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അതായത് കുട്ടി മാറി നിൽക്കുകയാണോ എന്നത് കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അവസാനമായിട്ട് ലഭിച്ചൊരു ചാക്യാത്ത് നിന്നാണ്, അതേ ദൃശ്യങ്ങളിൽ കുട്ടി പോകുന്നത് വ്യക്തമായിട്ടുള്ളത് ഈ ചാക്യാത്ത് ഭാഗത്ത് നിന്നാണെന്നാണ് എളമക്കര CI വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിലും കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഈ പല ഭാഗങ്ങളിലേക്ക് പ്രധാന കേന്ദ്രങ്ങളാണ്. കൂടാതെ ഈ കുട്ടി ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ മാറി നിൽക്കുന്നതെങ്കിൽ ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ പ്രതീക്ഷയോടെ തന്നെയാണ് പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സൈക്കിളിൽ കുട്ടി ഒരുപാട് ദൂരത്തേക്ക് കൊച്ചി, അതായത് അഞ്ജലി തുടരുക.